ഇപ്പോൾ നിക്കോളാസ് ടെസ്ല പുള്ളി പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു ലാംഗ്വേജ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ ആ ഒരു ടേംസിൽ നമ്മൾ ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹൈ വൈബ്, നമുക്ക് ഓരോ മനുഷ്യനും ഹൈ വൈബിലേക്ക് ആകാനായിട്ട് നമുക്ക് മനസ്സിൽ വേണ്ട കുറച്ച് ഗുണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹൈ വൈബിലേക്ക് എത്താനായിട്ട് നമ്മൾ എപ്പോഴും പാലിക്കേണ്ട കുറച്ച് സ്വഭാവ സവിശേഷത, ഒന്നാമത് പറഞ്ഞത് വിനയമാണ്, രണ്ടാമത് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ അതൊക്കെയാണ്. ഒന്നാമത് ഗ്രാറ്റിറ്റ്യൂഡ് വേണം, അൺകണ്ടീഷണൽ ലവ് വേണം, വിനയം വേണം, സത്യസന്ധത വേണം. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ വൈബ്രേഷൻ കൂടും. അപ്പോൾ അതിനനുസരിച്ച് സംഭവങ്ങളും ആളുകളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആകർഷിക്കുകയുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മുടെ വൈബ് കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട വേറെ വികാരങ്ങളാണ് അസൂയ, ദേഷ്യം, മറ്റുള്ള വിദ്വേഷം. മറ്റുള്ള വിദ്വേഷം എന്ന് വെച്ചാൽ വർഷങ്ങളോടൊക്കെ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടു നടക്കുന്ന വഴി നമ്മുടെ തന്നെ വൈബ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വൈബ് കുറയുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ട് സംഭവിക്കുന്ന വൈബ് കുറഞ്ഞ അതേപോലുള്ള സംഭവങ്ങളും വ്യക്തികളുമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കും വരിക. പിന്നെ വൈബ് കുറയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു വികാരമാണ് ഭയം എന്ന് പറയുന്നത്, വിശ്വാസമില്ലായ്മ. ഇങ്ങനെയുള്ള വികാരങ്ങൾ ഒഴിവാക്കിയാൽ നമ്മുടെ വൈബ് കൂടുന്നതാണ്. പിന്നെ വേറൊരു ഇഷ്യൂ പറയുന്നത് ഡേ ഡ്രീമിങ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റിയാലിറ്റി മാറ്റുന്ന വഴി അത് നമ്മുടെ വൈബ് കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പലരും ഹൈ വൈബിൽ ഇരിക്കുന്ന വഴി നമുക്കിപ്പോൾ ഹൈ വൈബിലുള്ള സംഭവങ്ങളും വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. താങ്ക് യു.